ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടൊരു പലഹാരമാണ്. അപ്പോൾ ചക്കക്കുരു ഒന്നും കിട്ടിയാൽ നീ കളയരുത്. കുട്ടികൾക്കൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ഹെൽത്തി ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനായി ഞാനൊരു ഉരുളിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചൂടുകിട്ടുള്ള ഏത് പാത്രവും എടുക്കാം. അപ്പോൾ കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് ഞാനൊരു വലിയ ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് നന്നായി വറുത്തെടുക്കുക. അപ്പോൾ കുറച്ചധികം സമയം പിടിക്കും ഇത് വറുത്തെടുക്കാൻ. കുറച്ചുണ്ടാക്കുമ്പോൾ ഇത്ര സമയം പിടിക്കില്ല. ഞാൻ കുറച്ച് അധികം എടുത്തതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം പിടിച്ചു ഇത് വറുത്തെടുക്കാൻ. കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ താനെ പൊളിഞ്ഞ് വരും. അപ്പോൾ ഇതൊന്ന് ചട്ടിയിൽ നിന്ന് നമുക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെക്കണം. പിന്നെ ആ സെയിം ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരി കൂടി വറുത്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർക്കാൻ. പിന്നെ നിങ്ങളുടെ അടുത്ത് കപ്പലണ്ടി ഉണ്ടെങ്കിലോ കാഷ്നട്ട് ഉണ്ടെങ്കിലോ ബദാം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആകും. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഞാൻ അരി മാത്രമേ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുള്ളൂ. ഇനി ഈ തൊലിയൊക്കെ കളഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചക്കക്കുരു മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ആ അരി വറുത്തതും കൂടി പൊടിച്ചെടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് ഒരു 2 കപ്പ് തേങ്ങയും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിരണ്ടി എടുത്ത് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചാലും മതി. ഞാനിതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ്. അതൊന്ന് ഉരുക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടികളും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം നേരം ഇളക്കൊന്നും വേണ്ട. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആയിക്കോളും. അപ്പോൾ ഇതിവിടെ ആയിക്കണ്. അപ്പോൾ ഇത് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക. ഞാനിവിടെ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം ഉരുട്ടിയെടുക്കുക. ചെറിയ ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ